ജോയ്സ് ഡാനിയലിലേക്ക് കൂടി പോകാം. ഗുഡ് ഈവനിംഗ് ജോയ്സ് ഡാനിയൽ. പാകിസ്ഥാനിൽ നിന്നുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ അർത്ഥസത്യങ്ങൾ പ്രചരിപ്പിക്കുകയും ആരോ വന്ന് വെടിവെച്ചിട്ട് പോയി എന്ന രീതിയിലുള്ള കഥകളൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായും പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചിരിക്കുകയാണോ? എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ ജോയ്സ്? സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ സത്യം വിളിച്ചു പറയാതെ അതിന് പകരം ചില അസത്യങ്ങൾ വിളിച്ചു പറയുകയും നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ കണ്ടന്റുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന 16 യൂട്യൂബ് ചാനലുകളെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളർ അക്തറിന്റെ ഉൾപ്പെടെ ചാനലിലേക്ക് ഇതിൽ നിരോധിച്ചിട്ടുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുപരി തന്നെ BBC പോലുള്ള ഒരു അന്തർദേശീയ മാധ്യമം അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ അവർ പുറത്തിറക്കുമ്പോൾ പോലും നടന്നത് ഒരു ഭീകരാക്രമണമല്ല, മറിച്ച് ഇന്ത്യക്കകത്ത് നടന്ന വിഘടനവാദവുമായി ബന്ധപ്പെട്ട ഒരു ആക്രമണമാണ് നടന്ന രീതിയിൽ നിന്ന് അതിനെ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ എടുത്തി കാണിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനെതിരെയാണ് ശക്തമായ നിലപാട് ഇന്ന് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 16 യൂട്യൂബ് ചാനലുകളും ഒപ്പം തന്നെ BBCക്ക് ഇതുമായി ബന്ധപ്പെട്ട് BBC റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ അതിൽ ഇന്ത്യയുടെ പക്ഷം പറയാതിരിക്കുന്നതിനെതിരെ കൂടി വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രം ഒരു കത്തും അയച്ചിരിക്കുന്നത്. അങ്ങനെ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അത് ഇന്ത്യയെ തന്നെ വിഘടിപ്പിക്കുന്ന രീതിയിലേക്കാണ് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. അതുകൊണ്ടാണ് കർശനമായ നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നത്. അതേസമയം ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് രാജ്നാഥ് സിംഗ് എത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. പ്രധാനമായും ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് ആ യോഗത്തിൽ നടന്നത്. ഇപ്പോൾ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. പ്രതിരോധകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ, മുന്നോട്ട് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ വിശദീകരിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.